ശ്രീധരേട്ടാ, നീ എന്താ ഇവിടെ? എനിക്കെന്താ ഇങ്ങോട്ട് വരാൻ പാടില്ലേ? കുഴൽമന്നത്തുനിന്ന് ഇവിടെ വരെ അമേരിക്കയിൽ പോണ ദൂരമൊന്നുമില്ലല്ലോ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ വന്നത് കുറച്ചിലായോ? എനിക്ക് കാണണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നു. എന്റെ ഈ കാശൊന്നുമില്ല. അതിനിപ്പോ ആരാ കാശ് ചോദിച്ചത്? ഞാൻ വെറുതെ വന്നതാ. ഇന്നലെ വണ്ടി ഇടിച്ച് കിടക്കണമെന്ന് സ്വപ്നം കണ്ടു. 1.5 ആഴ്ചയായിട്ട് ആ വഴിക്കൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ, പണിക്കൊന്നും പോണില്ലേ? ഇല്ല, ഞാൻ ആ മോലാളായിട്ട് പറഞ്ഞാണ്. താക്കോൽ അയാളുടെ മോന്തയ്ക്ക് എറിഞ്ഞോട്ട് ഞാൻ പോകും. എങ്കിൽ പിന്നെ വേറെ വണ്ടിയിൽ നോക്കണം. ആ നോക്കണം, 3-4 ദിവസം കഴിയട്ടെ. 3-4 ദിവസം കഴിഞ്ഞ് ആരെങ്കിലും ജോലി ഇങ്ങോട്ട് കൊണ്ടുതരുമോ? അന്വേഷിക്കണം. അന്വേഷിക്കണം. ഞാനൊരു ജോലി ശരിയാക്കട്ടെ. ആ പണിയാണോ? ഇങ്ങനൊരു മനുഷ്യൻ. ഞാൻ പറഞ്ഞാലും കേൾക്കണ മുതലാളിമാരൊക്കെ ഉണ്ട്. കുഴൽമന്നത്തൊരു തോമസ് മുതലാളിയുണ്ട്. 3-4 വണ്ടിയുള്ള ആളാ. എനിക്ക് വേണ്ടായേ നിന്റെ തോമാസ് മുതലാളിയുടെ പണി. ഓ, വീടും കുടിയൊക്കെ ഈ മുറി തന്നെയാ? കുഞ്ഞാലിക്ക് എന്തിയെ? നാട്ടിൽ പോയി. കുഞ്ഞാലിക്ക് ഈ വണ്ടി കളയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്റെ കൂടെ പണിക്ക് പോന്നുള്ളൂ. അപ്പൊ രവിയോ? എനിക്കറിഞ്ഞൂടാ. ആ ചെക്കൻ ആളത്ര ശരിയല്ല കേട്ടോ. കാണുമ്പോഴേ അറിയാം അഴുക്ക്. ഓ, നീ ശീലാവതി. ഓ, ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞു, ഞാനിങ്ങ് പൊക്കോളാം. വേഗം പോയിക്കോ, നാട്ടുകാരെ കൊണ്ടൊന്നും പറയിക്കാതെ. മിഠായി വേണോ? മോന് വാങ്ങിയതാ, ഒരെണ്ണം തരാം. ഒന്ന് പോയി തരാമോ? ഇത് വലിയ ശല്യമായല്ലോ. ഇതരാ, നീ അങ്ങോട്ടും തിരിഞ്ഞു നോക്കണില്ലല്ലോ. എന്താ എനിക്ക് പറ്റിയേ? ഒന്നുമില്ല, നല്ല സുഖമില്ലായിരുന്നു. ഒരു നീരുവീഴ്ച പനി. ഇന്നങ്ങോട്ട് വരാതിരിക്കായിരുന്നു ഞാൻ. നീ ഒന്ന് വാ വീട്ടിലേക്ക്. എനിക്കങ്ങോട്ട് ചത്താ മതി. രാധയുടെ കരച്ചിലും വിഷമം കാണാൻ വയ്യേ. എന്താ ശനകാരി? രവിയുടെ അച്ഛൻ വന്നിരുന്നു. അവർക്ക് പെണ്ണിനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, 1 ലക്ഷം ഉറുപ്പിക കിട്ടിയാൽ മതി. ഞാനിത് എവിടുന്നെടുത്ത് കൊടുക്കും? ഈ കല്യാണം നടക്കില്ല ശ്രീധര. എന്ന് അവൻ പറഞ്ഞോ? അവൻ പറഞ്ഞു വിട്ടിട്ടായിരിക്കുമല്ലോ അവന്റെ തന്ത വന്നത്. കേട്ടത് ശരിയാണോ രവി? നുണയൊന്നുമല്ല, ഒരു ലോറി നോക്കുന്നുണ്ട്. അതിനൊത്തിരി കാശ് വേണ്ടേ? ലോറി വെറുതെ കിട്ടും, ഫ്രീ. എന്റെ മൊയ്തൂട്ടി, കാശ് കൊടുക്കാതെ ആരെങ്കിലും തരുമോ? അതിന് നിന്റെ എവിടുന്ന കാശ്? അമ്മയുടെ ഭാഗത്തിൽ കുറച്ച് സ്ഥലം കിട്ടിയത് വിറ്റു. പിന്നെ 3-4 കൊല്ലാടി എല്ലും മുറിയെ പണിയെടുക്കുന്നുണ്ടേ. ശ്രീധരനെ ചായല്ലേ? വേണ്ട, എന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്ത് കാര്യം? പറയാം, പുറത്തോട്ടോ. നിന്റെ അച്ഛനെ ആശാന്റെ അടുത്ത് പറഞ്ഞു വിട്ടിരുന്നു. കാശിന്റെ കാര്യം പറയാൻ തന്നെയാ. തുളുവിൽ എങ്ങനെ കാര്യം നടത്താന്ന് ആശാൻ വിചാരിക്കണ്ട. ഇത്രയും നാൾ നീ അവളെ പറഞ്ഞു വാക്കി ചുളുവി കാര്യം സാധിച്ചോടാ? അത് എന്റെ മിടുക്ക്, അല്ലെങ്കിൽ അവളുടെ സ്വഭാവത്തിന് ഗുണം. രവി, കയ്യിലിരിക്കുന്ന കാശിന്റെ ഹുങ്ക് പറയരുത്. അതെങ്ങനെ കിട്ടിയതാണെന്ന് നമുക്ക് 2 പേർക്കും അറിയാം. രാധ അവളൊരു പാവാണ്. അവളെ നീ ഉപേക്ഷിക്കരുത്. പാവത്തരൊന്നും എന്നോട് പറയണ്ട. ഞാൻ മണ്ടറൊന്നുമല്ല. ശ്രീധരേട്ടൻ രാവും പകലും ഇല്ലാണ്ട് അവിടെ കയറി ഇറങ്ങുന്നില്ലേ? എനിക്ക് വേണ്ടി കഥ തുറന്നാളാണെങ്കിൽ അവൾ ആർക്ക് വേണ്ടിയും തുറക്കും. എന്നിട്ട് എന്റെ തന്നെ കെട്ടി വെക്കണം അല്ലേ? പോയി പള്ളി പറഞ്ഞാ മതി.
ഇക്കണ്ട കാലം അത്രയും ആശാന്റെ മോളെ വെച്ച് നടന്നിട്ട് ഇപ്പൊ ഞാൻ അവളെ കെട്ടണമെന്ന്. നിന്റെ അച്ഛനെന്നാ ഞാനാണ് നിന്റെ പട്ടിയോ? സംശയമില്ലാത്തരം പറഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലണ പന്നി. നീ എന്നെ ഒലത്തും പോടാ. അവളെ ചതിച്ചിട്ട് നീ സൂചിച്ച് ജീവിക്കലടാ, ഞാൻ നിന്നെ ജീവിപ്പിക്കല. തുണയുണ്ടെങ്കിൽ നോക്കൂ, നിന്റെ മുന്നിൽ രവി ആണുങ്ങളെ പോലെ ഇരിക്കും. അല്ലെങ്കിൽ ഈ രോമം പിടിച്ച് അതിന്റെ വരൂ. വിടാൻ വിടാൻ. യുവതി വിഷം കഴിച്ചു മരിച്ചു. തക്ക കാരണം കാണും. അങ്കമാലി ആഗസ്റ്റ് 11. അങ്കമാലിക്കടുത്ത് തുറവൂരിൽ ആഞ്ഞിലിമറ്റത്തിൽ കുഞ്ഞികൃഷ്ണന്റെ മകൾ ദേവയാനി 20 വയസ്സേ ഉള്ളൂ. വിഷം കഴിച്ചു മരിച്ചു. കഴിഞ്ഞ ഏതാനും വർഷമായി സുരേഷ് എന്ന യുവാവുമായി യുവതി പ്രേമത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. സുരേഷ് ഈയിടെയാണ് വിവാഹിതനായത്. സൊലേ ബലബലേ. കഷ്ടം, വെറും 20 വയസ്സ്. യോഗമില്ല. പശുക്കുട്ടിക്ക് 2 തല. പാലക്കാട്ടേക്കുള്ള അടുത്ത വണ്ടി എപ്പോഴാ? പത്മനാഭ നീല പോയോ? ഇല്ല, വരേണ്ട സമയം ആവണേ ഉള്ളൂ. എവിടുന്ന് വരുന്നു? കോഴിമന്നത്തുനിന്ന്. ഇവിടെ എവിടെ വന്നതാ? ഡ്രൈവർ ശ്രീധരനില്ലേ, അയാളെ കാണാൻ വന്നതാ. അവന്റെ ആരാ? ആരുമല്ല, പണിക്ക് വിളിക്കാൻ വന്നതാ. മുതലാളിക്ക് 3-4 ലോറി ഉണ്ട്. അപ്പൊ അവൻ ദിവാര മുതലാളി അടുത്തുനിന്ന് പോന്നോ? പിന്നെ അതറിഞ്ഞില്ലേ? ഒടക്കിയാ പിരിഞ്ഞത്. എന്നിട്ട് വരാമെന്ന് പറഞ്ഞോ? ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഗോവിന്ദനാശാനെയും മോളെയും ചിലപ്പോ കൂടെ കൊണ്ടുപോയിരിക്കും, അല്ലേ കേശവ? കുഴൽമന്നത്തുനിന്ന് വേണമെങ്കിൽ രാത്രി വരാമല്ലോ. എന്നിട്ട് ഇപ്പൊ എന്ത് തീരുമാനിച്ച്? കോയൽമന്നത്തെ പണിക്ക് പോണോ ഇല്ലേ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇനി ഇവിടെ കിടന്ന് തല്ലും തലങ്ങളും ഉണ്ടാക്കാനാണോ പരിപാടി? അവനെ ഞാൻ വെറുതെ വിടാൻ പോണില്ല. വേണ്ട. ഇപ്പൊ അത് സൂചി എടുക്കുന്ന പഴുതേ ഉള്ളൂ. ഇതേത് തൂമ്പാക്കായി എടുക്കുന്ന പരിവാക്കണോ? നിങ്ങൾക്ക് തലക്ക് വല്ല ഒറ്റുണ്ടോ? ഇനി ആ പ്രശ്നം വിടാനായിട്ടില്ലേ? തന്തയില്ലാത്തരം കാണിച്ചതും പോരാ, ആ തെണ്ടി അവന്റെ തന്തയും പറഞ്ഞു നടക്കുന്നത് എന്താണെന്ന് അറിയാം നിനക്ക്? രാധയെ വെച്ചോണ്ടിരിക്കുന്നത് ഞാനാണെന്ന്. നാട്ടുകാർക്ക് നല്ല നേരം പോക്കായി. നാക്കിന്റെ ചൊറിച്ചിൽ മാറുമല്ലോ. ഇതൊക്കെ കേട്ട് ഞാൻ കയ്യും കെട്ടി മിണ്ടാണ്ടിരിക്കണമെന്നാണ് നീ പറയുന്നത്? നിങ്ങൾ നടന്നു പറഞ്ഞോ, ഞാനല്ല ആംക്കാൻ ആശാന്റെ മോളെ പേപ്പിച്ചത്. ഞാൻ പോലെ പുളിച്ച തെറിയും വിളിച്ചു പറയാം കേട്ടോ. അപ്പോൾ പിന്നെ എന്താ നിങ്ങൾ ചെയ്യാൻ പോണേ? ഓനെ തല്ലി ചമ്മന്താക്കും, അല്ലെങ്കിൽ കൊന്ന് ജയിലിൽ പോകും. അതുകൊണ്ട് തീരെ പ്രശ്നം. ഈ പ്രശ്നം എത്ര നാറ്റിച്ച നിങ്ങളാ? ഞാനോ? പിന്നല്ലാതെ ഈ അങ്ങാടി കിടന്ന് പട്ടികളെ പോലെ കടിച്ചു കീറി നാട്ടുകാരെ മുഴുവൻ അറിയിച്ചില്ലേ? ഇത് തല്ലി തീർക്കേണ്ട കാര്യം. നിങ്ങൾക്ക് പിന്നെ മുന്നും പിന്നും നോക്കണ്ടല്ലോ. കൈത്തരിപ്പ് മാറാതെ തല്ലിയാൽ മതിയല്ലോ. ചീത്തപ്പേര് മുഴുവൻ ആർക്കാ? ആശാനും നോക്കും. ആ പൊന്നിന്റെ ജീവിതം മുട്ടിയോ? ഇനി അത്ര പെട്ടെന്ന് ഒരു ചെക്കൻ ഓൾ ആലോചിച്ചു വരൂ. എന്താ ഒന്നും ഉണ്ടാത്തേ? തമ്മിൽ തല്ലാൻ ആർക്കും കഴിയും. കൈക്ക് ഉറപ്പുണ്ടായാൽ മതി. കുടുംബത്തെ പ്രശ്നം തീർക്കാനേ ഇത് പോരാ.